ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി സ്നാക്ക് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. അതിനായിട്ടൊരു 10 ചെറിയുള്ളി ചെറുതാക്കി കട്ടാക്കിയത്, ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതാക്കി കട്ടാക്കിയതൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ഒന്ന് ചതക്കിയതാണ്. 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതക്കിയെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വരുന്ന കായത്തിന്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ദോശമാവാണ്. നമ്മൾ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് മാവൊക്കെ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം 1 കപ്പ് 250 ml കപ്പിൽ തന്നെയാണ് 1 കപ്പ് ദോശമാവ് അളന്നെടുത്തത്. അതൊരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് റവ കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്, വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി എടുത്തു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് മാത്രമേ അരിപ്പൊടി ചേർത്തിട്ടുള്ളൂ. ബാക്കി 3/4 കപ്പ് അരിപ്പൊടി അവിടെ ഉണ്ട്. ചിലപ്പോൾ ഇത് തന്നെ മതിയാകും കേട്ടോ. നന്നായി മിക്സാക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള റവ എന്താ പറയുക, ദോശമാവൊക്കെ വലിച്ചു കുടിക്കും. അപ്പോൾ കറക്റ്റ് പാകമായി വന്നോളൂ കേട്ടോ. റവ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും നമ്മൾ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. ഇതിലേക്ക് ഇനി പൊടിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. 1 കപ്പ് ദോശമാവ് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ചേർത്തത് കറക്റ്റ് പാകമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ എടുക്കുന്ന റവ ഈ ദോശമാവിൻ്റെ ഇത് ഈർപ്പം വലിച്ചു കുടിക്കുന്നതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരല്പം അരിപ്പൊടി കൂടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. പക്ഷെ ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പം തന്നെ തയ്യാറാക്കുന്നതാണ്. നമ്മൾ ദോശമാവ് അത്യാവശ്യം പുളിച്ച മാവാണല്ലോ, അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് അപ്പസോഡയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എണ്ണ ചൂടാകുന്ന സമയം മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് എടുത്തത്, നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. പിന്നെ കൈയൊന്ന് നനച്ചിട്ട് ഇങ്ങനെ കുറച്ച് അധികം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കൂലേ, ആ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അപ്പസോഡയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഉഴുന്നുവട ഉഴുന്നൊന്നും അരയ്ക്കാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി കുറച്ച് ദോശമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇതുപോലെ സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അരിപ്പൊടി ചേർത്തത് കൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ, എന്നാലും ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും മുകളിൽ, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. ഞാനൊരു 3 വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ആകുമ്പോൾ മറിച്ചിടാം. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇപ്പോൾ ദോശമാവ് ചേർത്തുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നൊന്നും കരുതണ്ട, ഒട്ടിപ്പിടിക്കൂല കേട്ടോ. ഈ ഉള്ളി എന്താ പറയുക, ഉഴുന്നുവടയുടെ ഷേപ്പിൽ തന്നെ തയ്യാറാക്കണമെന്നൊന്നുമില്ല. ഞാൻ കുറച്ചിങ്ങനെ ഉണ്ട പോലെ ഇട്ടിട്ട് അങ്ങനെയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളൊന്ന് ഉള്ളി ഇട്ടിട്ട് ഉണ്ടാക്കൂലേ, അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ തന്നെ വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 രീതിയിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കഴിക്കുന്നത്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടവും നല്ല ചിക്കൻ കറിയുടെ ഒപ്പമൊക്കെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനിത് ചിക്കൻ കറിയുടെ ഒപ്പമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് നല്ല പുതിന ചട്ടണിയുടെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പുറം ഒരല്പം ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. ഇനി ദോശമാവൊന്നും ഒഴിവാക്കി കളയണ്ട കേട്ടോ. ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് കിട്ടുള്ളൂ. ഈ ചിക്കൻ കറിയായിട്ട് നിങ്ങൾ ഇതുപോലെ വട കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ കഴിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ. കഴിച്ചാൽ അങ്ങനെ കഴിച്ചും കൊണ്ടേ ഇരിക്കും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.